മൂടൽമഞ്ഞ് പോലെ. നട്ടുച്ചയ്ക്ക് പോലും സൂര്യനെ കാണാനില്ല. എപ്പോഴും ഒരു മൂടിക്കെട്ടിയ അവസ്ഥ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചിയിലെ അവസ്ഥ ഇതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടയാറിൽ. സമയം രാവിലെ 11 മണി. ഈ മൂടിക്കെട്ടിയ അവസ്ഥയ്ക്കു കാരണം പുകമഞ്ഞാണ്. ഇതിനു കാരണം വായു മലിനീകരണവും. എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം കൊച്ചിയിലെ വായു അനാരോഗ്യകരമായ അവസ്ഥയിലാണ്. ഡൽഹി പോലെ ആകുമോ കൊച്ചിയും? ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടോ? നമ്മൾ ഈ കാണുന്നത് ഡിസംബർ 3 രാവിലെ 10 മണിക്ക് ഏലൂരിലെ കാഴ്ചയാണ്. മൂടിക്കെട്ടിയ അവസ്ഥ. 10 മണിയായിട്ടും നേരിയ വെയിലോ സൂര്യന്റെ കിരണങ്ങളോ കാണാനില്ല. ഇതാണ് പുകമഞ്ഞ്. വാഹനങ്ങളിലെ പുക, വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പുക, നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം അന്തരീക്ഷത്തിൽ നിറയുന്ന പൊടിപടലം, ഇവയ്ക്ക് പുറമെ ഡിസംബറിലെ മഞ്ഞു കാലാവസ്ഥ കൂടിയായപ്പോൾ കാഴ്ച മറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് പുകമഞ്ഞിനു കാരണമാകുന്നത്. കൊച്ചിയിലെ ഏലൂർ, ഇടയാർ, കരിമുകൾ, അമ്പലമുകൾ തുടങ്ങിയ വ്യാവസായിക മേഖലകളിൽ മലിനീകരണം രൂക്ഷമാണ്. ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയാണ് ഇവിടെ വില്ലൻ. കാലാകാലങ്ങളായി ഇതിനെക്കുറിച്ച് ജനങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പുകമഞ്ഞു കൂടി രൂപപ്പെടുന്നത്. അനാരോഗ്യകരമായ അവസ്ഥയിലേക്ക് വായു സൂചിക എത്തുന്നത്. പുകമഞ്ഞ് എത്രത്തോളം അപകടകരമാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഈ പുകമഞ്ഞിൽ പൊടിപടലങ്ങളും നൈട്രജൻ ഓക്സൈഡുകളും ബാഷ്പീകരണ ശേഷിയുള്ള ഓർഗാനിക് സംയുക്തങ്ങളും ഉണ്ടാകും. സൂര്യപ്രകാശത്തിലെ UV രശ്മികളും ഇവയും ചേർന്നാൽ ആരോഗ്യത്തിന് ഹാനികരമായ കെമിക്കൽ ഫോഗായി മാറും. ഈ കെമിക്കൽ ഫോഗ് മനുഷ്യർക്ക് മാത്രമല്ല, സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് ഇത് കൂടുതൽ ആരോഗ്യ പ്രതിസന്ധിയും ഉണ്ടാക്കും. ഈ കമ്പനിയിൽ നിന്നുള്ള വിഷവായു എല്ലാം ശ്വസിച്ച് ഞങ്ങൾ ഈ പരുവത്തിലായി. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റണില്ല. പുറത്തുനിന്ന് ഓരോ ആൾക്കാർ വരുമ്പോഴാണ് അവർക്ക് ഇവിടുത്തെ ഈ പുകയും ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു എന്നുള്ള ചോദിക്കുന്നത്. ഓരോ അസുഖങ്ങൾ, തലവേദന അങ്ങനെയൊക്കെ ഉണ്ടാകാം. പ്രതികരിക്കുന്ന ആള് കുറ്റം ചെയ്തവരാകും. എല്ലാ സമൂഹത്തിൽ അപ്പോൾ ഒറ്റപ്പെട്ടവരാകും. കളമശ്ശേരി ഒരാൾ എൻ്റെ വണ്ടിക്കകത്ത് കയറിയിട്ട് ഏലൂർ വന്നതെന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ അയാൾ പറഞ്ഞു തിരിച്ചുകൊണ്ടേ വിടാൻ. ഇവിടുത്തെ വെള്ളം തന്നെ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പണ്ടൊക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളം കുടിച്ചിട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഈ ഫാക്ടറികളിലാണെങ്കിലും ഭയങ്കര മലിനമായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വരും തലമുറയിലോട്ട് ജീവിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. പോകാൻ വേണ്ടി വന്നിട്ട് കാലത്ത് കാണാൻ പറ്റില്ല. വൈകുന്നേരമായ മതി പോലെ ശ്വാസം മുട്ട്, സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ ഗന്ധത്തിന് അതിൻ്റെ മണമുണ്ട്. പിന്നെ ചിലപ്പോൾ ക്ലോറിൻ്റെ മണമുണ്ട്, ചിലപ്പോൾ ഈ അമോണിയയുടെ മണമുണ്ട്. ആദ്യം പൊതുവെ കൊച്ചുങ്ങൾ, എൻ്റെ മോൻ്റെ കൊച്ചിനൊക്കെ ചുമയും ഇതൊക്കെയാണ്, മാറണില്ല, ഇപ്പോഴും മാറിയിട്ടില്ല. അത് ഇവിടെ ഉള്ളവരുടെ ജന്മസിദ്ധമായ പൊല്യൂഷൻ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും ആരും അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഓഫീസ് ഇരിക്കുന്ന കമ്പനിയുടെ സ്ഥലത്താണ്. അവർ നടപടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഓഫീസിന് വേറെ സ്ഥലത്തോട്ട് പോകേണ്ടി വരും. ഇങ്ങനെ അതിനെ പറയാം, ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക, വീഴും അത്രയേ ഉള്ളൂ. എന്താണ് പരിഹാരം? വാഹനങ്ങളിൽ നിന്നുള്ള പുക മൂലമുള്ള മലിനീകരണം കുറയ്ക്കണം. പുക പരിശോധനകൾ കർശനമാക്കണം. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പുക പരമാവധി ഫിൽട്ടർ ചെയ്ത് പുറന്തള്ളണം. ഇതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ സ്ഥാപനങ്ങളിൽ പരിശോധനയും നടപടികളും കർശനമാക്കണം. നിർമ്മാണ സ്ഥലങ്ങളിലും പൊടിപടലങ്ങൾ വലിയ തോതിൽ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നത് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതുവരേക്കും മാസ്ക് ശീലമാക്കാൻ നമുക്കും ശ്രമിക്കാം. ഒരു മുൻകരുതൽ നല്ലതാണല്ലോ.